വയനാട്ടിൽ 3 കടുവകളെ ചത്തനിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അസ്വാഭാവികതയില്ല എന്ന് വനംവകുപ്പിന്റെ പ്രാഥമിക നിഗമനം. വനമന്ത്രി നിർദ്ദേശിച്ച ഉന്നതതല അന്വേഷണം ആരംഭിച്ചു. വി ജയശങ്കർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത്. ജയശങ്കർ, എന്താണ് പ്രാഥമിക നിഗമനം വനംവകുപ്പിന്റെ? ഉന്മേഷ, കഴിഞ്ഞ ദിവസമാണ് വയനാട്ടിൽ 3 കടുവകളെ ചത്ത നിലയിൽ വനംവകുപ്പ് കണ്ടെത്തിയത്. ഈ സംഭവത്തിൽ പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ അസ്വാഭാവികത ഇല്ല എന്നാണ് വനംവകുപ്പിന്റെ നിഗമനം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണ്. നോർത്തേൺ CCF KS ദീപയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത്. കടുവയുടെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ ഇന്ന് പൂർത്തിയാകും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ ലഭിക്കുന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ലഭിക്കുമെന്നാണ് വനംവകുപ്പ് അധികൃതർ പറയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ദുരൂഹതയുണ്ടെങ്കിൽ അത് നീക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കഴിഞ്ഞ ദിവസം വനമന്ത്രി ഉന്നതതല അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. നോർത്തേൺ CCF KS ദീപയുടെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘമാണ് ഈ കടുവകൾ ചത്ത സംഭവത്തിൽ അന്വേഷണം നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ ലഭിച്ച ശേഷമായിരിക്കും ഈ സംഘം യോഗം ചേർന്ന് കൂടുതൽ കാര്യങ്ങൾ തീരുമാനമെടുക്കുക. ശരി, വി ജയശങ്കർ തിരുവനന്തപുരത്ത്.